A box contains 4 slips numbered 1, 2, 3, 4 and another contains 3 slips number 1, 2, 3. If one slip is taken from each, what is the probability of the product being odd? The probability of the product being even. ഒരു പെട്ടിയിൽ 1, 2, 3, 4 എന്നീ സംഖ്യകൾ എഴുതിയ 4 കടലാസ് കഷ്ണങ്ങളും മറ്റൊരു പെട്ടിയിൽ 1, 2, 3 എന്ന് എഴുതിയ 2 കടലാസ് കഷ്ണങ്ങളും ഉണ്ട്. ഓരോ പെട്ടിയിൽ നിന്നും ഓരോ കടലാസ് എടുത്താൽ കിട്ടുന്ന സംഖ്യകളുടെ ഗുണനഫലം ഒറ്റസംഖ്യ ആകാനുള്ള സാധ്യത എന്താണ്? ഗുണനഫലം ഇരട്ടസംഖ്യ ആകാനുള്ള സാധ്യത. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഒരു പെട്ടിയിൽ 1 മുതൽ 4 വരെയുള്ള സംഖ്യകളും മറ്റൊരു പെട്ടിയിൽ 1 മുതൽ 3 വരെയുള്ള സംഖ്യയും ഒരേ സമയം ഒരു പെട്ടിയിൽ നിന്ന് 2 പെട്ടിയിൽ നിന്നും ഓരോ പേപ്പർ കഷ്ണങ്ങൾ എടുക്കുകയാണ്. എന്നിട്ട് ആ എടുത്ത സംഖ്യകളെ തമ്മിൽ ഗുണിക്കുമ്പോൾ ഈവൺ നമ്പർ കിട്ടുന്ന സാധ്യത, അതേപോലെ ഈ ഓഡ് നമ്പർ കിട്ടുന്ന സാധ്യത. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒന്നാമത്തെ പെട്ടിയിൽ 1 മുതൽ 4 വരെയും രണ്ടാമത്തെ പെട്ടിയിൽ 1 മുതൽ 3 വരെയും. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെ നമുക്ക് ഇവിടെ വരുന്ന പോസിബിൾ ഔട്ട്കംസ് ആകെ സാധ്യത ഒന്ന് എഴുതാം. ഒന്നാമത്തെ പെട്ടിയിൽ 1-ന് ഇവിടെ എത്ര പെയറുകൾ ഉണ്ടാവും? 3 എണ്ണം ഉണ്ടാവും. ഏതൊക്കെയാ? 1, 1, 1, 2, 1, 3. അതേപോലെ തന്നെ 2-നും അതേപോലെ 3 എണ്ണം ഉണ്ടാവും. 2, 1, 2, 2, 2, 3. 3-നും ഉണ്ടാവും 3, 1, 3, 2, 3, 3. 4-നും ഉണ്ടാവും 4, 1, 4, 2, 4, 3. ഓക്കെ, ഇനി ഇതിന്റെ പ്രൊഡക്റ്റുകൾ നമുക്കൊന്ന് കാണാം, അഥവാ ഗുണനഫലങ്ങൾ. പ്രൊഡക്റ്റ് പറഞ്ഞാൽ ഗുണനഫലം. 1 × 1 1 കിട്ടും, 1 × 2 2, 1 × 3 3, 2 × 1 2, 2 × 2 4, 2 × 3 6, 3 × 1 3, 3 × 2 6, 3 × 3 9, 4 × 1 4, 4 × 2 8, 4 × 3 12. ഇനി ഈ പ്രൊഡക്റ്റുകൾ ഈവൺ നമ്പർ, ഓഡ് നമ്പർ വരുന്നത് നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 4 അല്ലെ? അപ്പൊ എന്ത് വരും? 4/12. ഓക്കെ, അതിനെ ചെറുതാക്കുമ്പോൾ 1/3 കിട്ടും. ഇനി ഈവൺ നമ്പർ വരുന്നത് നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. ബാക്കി വരുന്ന ഓക്കെ ടോട്ടൽ 12 ആണല്ലേ? അപ്പൊ ബാക്കി എത്ര ഉണ്ടാവണം? 8 എണ്ണം ഉണ്ടാവണം. നോക്കാം നമുക്ക്. 1 2 3 4 5 6 7 8. അപ്പൊ എന്ത് വരും? 8/12. ചെറുതാക്കുമ്പോൾ 2/3 എന്ന് കിട്ടും. ഓക്കെ.